അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹ്റൈനിലേക്ക് വന്ന് ഉദരപൂരണം നടത്താൻ, മക്കളെ നോക്കാൻ, കുടുംബത്തെ പോറ്റാൻ നിൽക്കുമ്പോഴും സ്വന്തം നാടിൻ്റെ കൂട്ടായ്മയും മാനസിക ശക്തിയും പൊരുത്തവും പ്രതീക്ഷിക്കുന്ന എറണാകുളം ജില്ല മുതൽ തിരുവനന്തപുരം വരെയുള്ള വളരെ മനോഹരമായ ഒരു കൂട്ടായ്മയാണ് മൈത്രി എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്, അതറിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. ആ കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. പ്രാർത്ഥനകളുണ്ടാവും, മയ്യത്ത് നമസ്കാരങ്ങളുണ്ടാകും, വസിയത്തുകളുണ്ടാവും, സഹായങ്ങളുണ്ടാകും. പക്ഷേ ഈ പരിശുദ്ധ റമദാനിൽ റഹ്മത്തിൻ്റെ പത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരുണ്യത്തെക്കുറിച്ചാണ്. നമ്മൾ അള്ളാഹുവിനോട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, പടച്ചവനെ എനിക്ക് കരുണ ചൊരിയണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കരുണ ചൊരിയാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. ഇർഹമു മംഫിൽ അർദ് യർഹമുക്കും മംഫിസ് സമ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. നമ്മുടെ ഉമ്മ, വാപ്പ, മക്കൾ, ഭാര്യ, കുടുംബം, അവരോടൊക്കെ കരുണ കാണിക്കണം. നമ്മൾ മൈത്രി എന്ന് പറയുന്ന വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഭാര്യയോട് ദേഷ്യപ്പെടുക, മക്കളോട് ശകാരിക്കുക, എപ്പോഴും ഇങ്ങനെ മനസ്സ് വല്ലാതെ പിടിച്ചടക്കുന്ന ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക, അത് നമുക്ക് എപ്പോഴും മനസ്സിനെ വല്ലാതെ തളർത്ത് കളയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നിർദ്ദേശം കൊടുത്തൊരു ദിക്കറാണ് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്കർ. തെക്കൻ കേരളത്തുകാരാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൻ്റെ അറിവിൻ്റെ രാജകുമാരനാണ് തഴവ ഉസ്താദ്. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ദിക്കറും മനസ്സിന് കരുണയുണ്ടാക്കുന്ന ദിക്കറാണ്. അപ്പോൾ ഇർഹമു മംഫിൽ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചിട്ട് വേണം നമ്മൾ അള്ളാഹുവിനോട് ഇർഹംനി യാ അർഹമർ റഹീം എന്ന് പറയാൻ. പള്ളിക്കകത്ത് കയറുന്നവനെ ചവിട്ടി, കഞ്ഞി കൊടുക്കുമ്പോൾ തട്ടിക്കളഞ്ഞ്, ഈത്തപ്പഴം എടുത്തെറിഞ്ഞ്, പള്ളിക്കകത്ത് ബഹളം ഉണ്ടാക്കി, സംഘടനയിൽ ഫിത്തന ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് കരുണ ചോദിച്ചാൽ അള്ളാഹ് കരുണ തരൂല. വേദനയോട് പ്രസവിച്ച ഉമ്മായോട് ദേഷ്യപ്പെട്ട്, കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പാനോട് പൊരുത്തക്കേട് കാണിച്ച്, മക്കളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞ മുത്തുനബിയുടെ വാക്കിനെ പോലും ചവിട്ടി തേച്ച് മക്കളോട് പോലും കയർത്ത് സംസാരിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹിൻ്റെ കരുണ കിട്ടൂല. അതുകൊണ്ട് എല്ലാവരോടും കരുണ കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്തബസ്സുമു സ്വതക്കത്തിനെന്ന്, ഒരു പുഞ്ചിരി പോലും സ്വതക്ക എന്നാണ്. ചിരിച്ചുകൊണ്ട് സലാം പറയുന്നതിന് കൂലി കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ഇടപാടിലും കരുണ, കച്ചവടത്തിൽ കരുണ, സംഘടനയിൽ കരുണ, പ്രവർത്തനത്തിൽ കരുണ. ഈ മൈത്രിയുടെ കൂട്ടായ്മ, നിങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാവും, പല പ്രവർത്തനങ്ങളുണ്ടാവും, പല ചർച്ചകളുണ്ടാവും, അതിലൊക്കെ ഹൃദയത്തിലൊരു കാരുണ്യത്തിൻ്റെ വർത്താനം വരണം. എന്നാലാണ് റഹ്മത്തിൻ്റെ പത്തിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. മാത്രമല്ല, ഈ കാരുണ്യം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മൾ മരിക്കുന്ന സമയത്താണ്, നമ്മുടെ ഖബറിലാണ്, നമ്മുടെ പരലോകത്തെ സിറാത്തിലും മീസാനിലുമാണ്. അതിന് ഈ ഭൗതിക ലോകത്ത് കാരുണ്യത്തിൽ അങ്ങനെ കുളിച്ചു നിന്നെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് എന്നാണ്. നബിയെ, അങ്ങൊരു പരുഷ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ അവരാരും അങ്ങയുടെ കൂടെ വരില്ലായിരുന്നു. അങ്ങൊരു ഹൃദയവിശാലതയുള്ള, അങ്ങ് കാരുണ്യമുള്ള, അങ്ങ് താഴ്മയുള്ള ഒരാളായതുകൊണ്ടാണ് ഇത്രയും ആളുകൾ അങ്ങയുടെ കൂടെ കൂടിയത് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ. ആ കാരുണ്യവും സ്നേഹവും മമതയും വാത്സല്യവും നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കട്ടെ. റമദാൻ അതിൻ്റെ ഒരു പരിശീലന കളരിയാക്കി കാണുക. റമദാൻ കഴിഞ്ഞാലും ആ കാരുണ്യത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും, മൈത്രിക്ക് എല്ലാവിധ സന്ദേശങ്ങളും, എല്ലാ സന്തോഷങ്ങളും നേരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൂട്ടായ്മയ്ക്ക് ശക്തി പകരട്ടെ. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ഈ കൂട്ടായ്മ കൊണ്ട് തെക്കൻ കേരളത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പ്രവർത്തകർക്ക് കഴിയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.